മിസ്സായി. മതി, വന്നൊന്ന് താങ്ങേ. 25, 25, 26 നെക്കിക്ക് 25, 26 വെള്ളടിക്കണ്ട. ഉണ്ടാ. ഹലോ, ഭാര്യയല്ലേ? സൂര്യന്റെ ഭാര്യയല്ലേ? അതെ. ഞാൻ പീലിപ്പോസാ. എന്റെ പേര് പീലിപ്പോസ്. എന്താ പേര്? നല്ല പേര്. പിന്നെ നമ്മുടെ സൂര്യന് ചെറിയൊരു ആക്സിഡന്റ് ആയി. ആകെ തകർന്നു പോയി. ഫ്രണ്ടിലെ ഗ്ലാസ്, ബോണറ്റ്, ബമ്പർ, ഹൗസിങ് എല്ലാം തകർന്നു പോയി. വണ്ടി കണ്ട ആള് ചത്തുപോയെന്നേ പറയൂ. പക്ഷെ ഒന്നും പറ്റിയില്ല. ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലില് അഡ്മിറ്റാ. കൂടെ ഞാനും ഉണ്ട്. കഴിഞ്ഞോ? പിന്നെ കഴിയാണ്ട് വെക്കോ? സിറ്റി ഹോസ്പിറ്റലോ? സ്കാൻ ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പൊ വരാം. നീ ഇങ്ങോട്ട് വരണ്ട. സാരമില്ല, ഞാൻ വരാം. ആരാ? ഞാൻ ഭാര്യയാണ്. അനാവശ്യം പറയരുത്. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. സൂര്യൻ ആരാ? എന്റെ ഭാര്യയാണെന്ന്. ഓ, സൂര്യന്റെ ഭാര്യ. സൂര്യന്റെ ഭാര്യയോ? അതെ. സ്റ്റെഫിനിയാ? കീപ്പാ കീപ്പാ. ഇത് ഓർജില്ല. സോറി. സമാധാനമായി. കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ടാന്ന്. ഏതായാലും ഇതിലേ പോണ്ട കാര്യം ഉണ്ടായിരുന്നു. എത്ര ദിവസം കിടക്കേണ്ടി വരും? ഒരാഴ്ച. ഓ മൈ ഗോഡ്, 1 വീക്കോ? എന്റെ ക്ലബിൽ അടുത്ത ആഴ്ച ഇലക്ഷനാ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹോം നഴ്സിനെ വെച്ചാലോ? ഞാൻ അറേഞ്ച് ചെയ്യാം. എനിക്കാണെങ്കിൽ ടൈം തീരെ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്കിവിടെ ആരുടെയും സഹായം ആവശ്യമില്ല. നീ പൊയ്ക്കോ. എങ്കിൽ താങ്ക്സ്. മോളെന്തി? ക്ലാസ്സിലായിരിക്കും. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനൊരു ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ചോദിക്കാൻ മറന്നു, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ട്. അറിയാവുന്നവർക്കറിയാം. 17,000 രൂപയാ കാസ്റ്റ്. കാസ്റ്റ് അല്ല, കോസ്റ്റ്. ഏത് സായിപ്പിനും ഒരു വാക്കൊക്കെ തെറ്റും. പോട്ടെ. ഭാര്യയും കുഞ്ഞും വേറെ ഉണ്ടല്ലേ? അപ്പൊ എല്ലാം മനസ്സിലാക്കിയല്ലേ? മനസ്സിലാക്കി. ഒരു 5,000 രൂപ എടുത്തേ. 5,000 രൂപ എന്തിനാ? ഫ്രെയിം ചെയ്ത് വെക്കാൻ. ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ ആവശ്യം നടത്തി തരാൻ ഞാൻ ആരും നിന്റെ അപ്പനോ? അങ്ങേര് വേസ്റ്റ്. അങ്ങേര് പീസ് നേരത്തെ അടിച്ചു പോയില്ലേ? കാത്തെടുക്കാൻ തരില്ല. തരില്ല? ഇല്ല. ഭാര്യയും കുഞ്ഞുണ്ടെന്ന് ജ്യോതിക അറിഞ്ഞാൽ? അയ്യോ, ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് ജ്യോതിക എങ്ങാനും അറിഞ്ഞ ഫിലിപ്പോസെ നിനക്കൊരു 5 പൈസ ഞാൻ തരില്ലടാ. തരില്ല? ഇല്ല. ചാച്ചി? ഏത് ചാച്ചി? ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ? ശീമാട്ടിന് മുമ്പിൽ സ്റ്റാച്ചു വലിക്കുന്ന ആ ചാച്ചിയോട് പറയാൻ. എന്നാ ചെല്ല് ചെല്ല്, ആ ചാച്ചിയോട് പോയി പറ. ചാച്ചി 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 ചാച്ചി. ചീമാട്ടി പോയി. കാഞ്ചീപുരത്തിനോട് പറയാം. ഞാൻ ശരിക്കും പേടിച്ചു. ആ ഫിലിപ്പോസ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. അവന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. എന്തു പറ്റി? അവന്റെ തലയ്ക്കാണേ അടിയേറ്റത്. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു പുലബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. അവനെ ചികിത്സിച്ച ഡോക്ടറോട് തന്നെ അവൻ ചോദിച്ചു അയാൾക്ക് എത്ര തന്തയുണ്ടെന്ന്. അവന്റെ തല ശരിയാവാൻ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും എടുക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ദൈവം തന്നെ കാക്കണം. ചീമാട്ടി സ്റ്റാൻഡ് വിട്ടുപോയി. അപ്പോഴാണ് കാഞ്ചീപുരോട് ഉണ്ടല്ലോ എന്ന് ഓർത്തത്. നീ 5,000 രൂപ തരുന്നോ ഇല്ലയോ? ഏത് 5,000? ഞാൻ പറഞ്ഞില്ലേ? ഞാൻ സത്യം പറയും. അപ്പൊ ഇത്രയും നാളും നീ പറഞ്ഞിരുന്ന നുണയാ? സിസ്റ്റർ കാഞ്ചീപുരം ഞെട്ടാൻ തയ്യാറായിക്കോ. ഞാൻ പറയട്ടെ, എല്ലാം കലങ്കട്ടെ, കലങ്ങി തെളിയട്ടെ. സിസ്റ്റർ, ഇയാൾക്ക് മറ്റൊരു ഭാര്യ കുട്ടിയുമുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരുന്നു വിത്തോട്ട് കുട്ടിയുമായിട്ട്. പറയടാ, നിനക്ക് എത്ര ഭാര്യമാരുണ്ട്? ചികിത്സിച്ച ഡോക്ടറോട് എത്ര തന്തയുണ്ടെന്ന് ചോദിച്ച നീ ഇത്രയും നാളും തീറ്റിപ്പോറ്റിയ എന്നോട് എത്ര ഭാര്യ ഉണ്ടെന്നോ? ദൈവമേ, എനിക്കെല്ലാം അറിയാം. എന്തറിയാന്ന്? തലയ്ക്കല്ലേ അസുഖം, മരുന്ന് കഴിച്ചാൽ ശരിയാവും. സൂര്യനാരായണ, നീ ഇപ്പൊ സ്കോർ ചെയ്തു. ഞാനിപ്പോ പോകുന്നത് ഹെഡ് ഓഫീസിലേക്കാണ്. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? അഭിമാനമുണ്ടോ? ആഭിജാത്യമുണ്ടോ? പാന്റും ഇഞ്ചത് പുൽക്കൈ ഷർട്ടിട്ട് നടക്കേണ്. എന്താണോ? ചൂടാവല്ലേ. മുതലാളി വലിയൊരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കും. അതെ, ആ ഊരാക്കുടുക്ക് എന്താണെന്ന് അറിഞ്ഞാൽ
മുതലാളി എനിക്ക് കൈതെറിയ പാരിതോഷിക്കത്തെ. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, മോള് പെർമനന്റ് ആണ്? പെർമനന്റോ? അതെ, ഗർഭിണിയാണോ എന്ന്. താൻ എന്തിനൊക്കെ അന്വേഷിക്കുന്നത്? ആണോന്നാ ചോദിച്ചത്? അല്ല. ഓ, രക്ഷപ്പെട്ടു. മുതലാളിയുടെ ഭാര്യയുടെ ഭർത്താവിന്, മുതലാളിയുടെ ഭാര്യയുടെ മകളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യയും കുഞ്ഞുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ലോകം മുഴുവൻ ഈ വാർത്ത ഞാൻ വിളിച്ചു പറയട്ടെ. എന്നാ നിങ്ങളങ്ങോട്ട് പോയിക്കോ, ഞാനൊന്ന് ഓഫീസിൽ കയറിട്ട് എത്തിക്കോളാം. എന്താ സൂര്യ? ആരാ? കണ്ണാടി നോക്കിയപ്പോ ഇത് കണ്ട് ഞാനും ചോദിച്ചു ഇതാരാണെന്ന്. ഞാൻ പീലിപ്പോസാ. എന്തു പറ്റി? ഓ, ഇനി എന്ത് പറ്റാൻ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ലെഗൊന്ന് സ്ലിപ്പായതാ. ലേശം കൂടി മാറിയിരുന്നെങ്കിൽ ഇത്രയും പഞ്ഞിയുടെ ആവശ്യമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു. 2 കഷ്ണം പഞ്ഞിയും മൂക്കിലും മാത്രം തിരികെ കിടത്തിയാ മതിയായിരുന്നല്ലോ. സൂര്യ, നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയടാ. എന്റെ പഴയ പോക്കറ്റടി പണിയൊക്കെ ഞാൻ നിർത്തി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ റൂമില് ഗോദറേജ് അലമാരിയുടെ അകത്ത് നാനാ വിധത്തിലുള്ള 10-300 പേഴ്സുകളുണ്ട്. അത് പേഴ്സില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കണം. അതിലൊരു ലേഡീസ് പേഴ്സ് ഫോറിനുണ്ട്, അത് ഈ ചാച്ചിക്ക് കൊടുക്കണം. മറ്റേ ചാച്ചി അവിടെ. അസുഖം ഇതുവരെ മാറിയിട്ടില്ല. കരയണ്ട, അസുഖം മാറും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ അന്ത്യാഭിലാഷം ഞാൻ സാധിച്ചു തരും. ഈ തലയാണ്. അയ്യോ, വണ്ടി ആ വഴിക്ക് പോ, ഈ വഴിക്ക് പോ. എന്ത് കുന്താ? ആ പേഴ്സ് പോയി. ഇനി പേഴ്സുള്ള പറഞ്ഞ് കൊറേ കാലം അഹങ്കരിച്ച് കിടക്കാം. വണ്ടി